പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മാതാവിന്റെ ദിവസം അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്നു. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവന സമാധാനം ആശംസിക്കുന്ന നല്ല കർത്താവേ, നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവേ, ഈ സമാധാനം അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവേ. അവർ ചെല്ലുന്ന ഓഫീസുകളിൽ
അവിടെ ഇടപാടുകൾ കഴിയുമ്പോൾ അവർക്ക് സമാധാനം നിറയട്ടെ കർത്താവേ. കർത്താവെ, ഓരോ ദൗത്യത്തിനായി പോകുന്നവർ ആ ദൗത്യ നിർവഹണ സമയങ്ങളിൽ അത് കഴിയുമ്പോൾ അവരിൽ സമാധാനം നിറയട്ടെ കർത്താവെ. കർത്താവ്, നിൻ്റെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുൾക്കിരീടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ തീവ്രാലും മുറിവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരചരണങ്ങളെ ആണിപ്പഴുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കുടുംബം ഇന്ന് കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധി കാനായിലെ കല്യാണ കുടുംബത്തിൽ കടന്നു ചെന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ പൂർണ്ണമായി ഏറ്റെടുക്കപ്പെടുകയും അവിടെ കഴിവിനേക്കാൾ ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്കിന്ന് മുഴുവനും നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തുകയും ചെയ്യേണ്ടത് ചെയ്തു തീർക്കുകയും മനസ്സ്, ശരീരം, ആത്മാവ്, ബുദ്ധി, ആലോചന എല്ലാം കൃത്യമായിരിക്കുകയും കർത്താവിൻ്റെ കരുണയാൽ നിങ്ങൾ ആർദ്രമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ രോഗപീഠകളെ വലയുന്നവർ, മാനസിക പീഡകളെ വലയുന്നവർ, ഉറക്കമില്ലാത്തവർ, ഇന്നലെ രാത്രി പല കാര്യങ്ങൾ കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ, ആ വിഷയങ്ങളെല്ലാം എപ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്നത് അപ്പോൾ മഞ്ഞ് മേഘങ്ങൾ തുരത്തപ്പെടുന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഉദ്യമത്തിന് വേണ്ടി പോകുന്നവരെ, തൊഴിൽ സംരംഭത്തിന് വേണ്ടി പോകുന്നവരെ, പഠന പരീക്ഷ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, വസ്തു, വെള്ളം, വഴി, വെളിച്ചം, വീട് മുതലായ വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ, ആ ദൂരയാത്രയ്ക്ക് പോകുന്നവർ, ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളെ ഗർഭസ്ഥമായ അവസ്ഥകളിൽ അവർ നിൽക്കുന്ന വ്യത്യസ്തമായ പീഡകൾ, പ്രയാസങ്ങളിലെല്ലാം അവർക്ക് ഈശോയുടെ വിശുദ്ധമായ രഥത്താൽ സമ്പൂർണ്ണമായി സംരക്ഷണം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ആശുപത്രി പ്രവേശിക്കുന്നവരെ, പ്രസവത്തിന് ഡേറ്റ് കുറിച്ചവർ, മനസ്സമ്മതത്തിന് ഡേറ്റ് കുറിച്ചവർ, കല്യാണത്തിന് ഡേറ്റ് കുറിച്ചവർ, അങ്ങനെ വ്യത്യസ്തമായി കാര്യങ്ങൾക്ക് ഡേറ്റ് കുറിക്കപ്പെട്ടിരിക്കുന്നവർ ആ ഡേറ്റിൽ ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കപ്പെടുവാൻ അരിയറില്ലാതെ റെക്കോർഡ് എഴുതുന്നവരെ, അതുപോലെ ഹോംവർക്ക് ചെയ്യുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ഇൻ്റർവ്യൂ വേണ്ടി ഒരുങ്ങുന്നവർ, അതുപോലെ ഉണ്ടായിരുന്ന അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന എല്ലാവിധ ചെയ്തു തീർക്കാനാവാത്ത പദ്ധതികൾ കൊണ്ട് മനസ്സ് മടുത്ത് ഉറങ്ങിപ്പോകുന്നവർ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുകയും, എന്തിനു വേണ്ടി നീ പേടിക്കുന്നത്, ആ പേടിക്കുന്ന വിഷയം, എന്തിനു വേണ്ടി നീ ആരെയാണ് നീ പേടിക്കുന്നത്, ആ പേടിക്കുന്ന വ്യക്തി നിനക്ക് കീഴ്പ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഹീഡിയസ് ആൻഡ് ടീഡിയസ് ടാസ്ക്. ദൈവത്തെ സ്നേഹിക്കുന്നത് വളരെ ലളിതമാണ്. കാര്യം ദൈവം ഒരു അപ്രാപ്യമായ ദീപ്തിപൂരത്തി വാണരുളുന്ന അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്ട് പോലെ ഒരു പ്രതിഭാസത്തെ അല്ല സ്നേഹിക്കുന്നത്. ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു എന്ന് തന്നെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ദൂരങ്ങൾ കുറക്കുന്നത്. ദൈവം ഒരു വ്യക്തിയായിട്ട് നമ്മുടെ പരിശുദ്ധ ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ലളിതമായ റിലേഷൻസ് സാധ്യമാണെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം ഞാനൊക്കെ ഓർക്കണത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പോൾ ഈ വണക്കമാസം കടസിയാണ് ഇന്ന്. ഇപ്പോൾ വണക്കമാസം കടസിയിൽ പണ്ട് ഞാൻ എല്ലാ വീടുകളിലൊക്കെ പോയി കുടുംബത്തിലുണ്ടായിരുന്ന കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല, എല്ലാവർക്കും വായിക്കാൻ അറിയത്തില്ല നാട്ടിലെ എല്ലാവർക്കും. അപ്പോൾ വായിക്കാൻ അറിയുന്നവരെ 15 ഉണ്ട്. അറിയാൻ പാലാത്ത വീടുകളിൽ പോയിട്ട് വണക്കം വായിച്ചു കൊടുക്കും. കൊന്തയിലുണ്ട് ഇവിടെ കൂടും, അവിടെ പോയിരുന്ന് പാട്ട് പാടും. അപ്പോൾ അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുനാളിലുള്ള ഈ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു സ്നേഹമായിട്ട് അമ്മ എടുത്തു കാണും. അങ്ങനെയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണം വരെ എത്തുന്ന കാര്യങ്ങൾ നിസ്സാരമല്ല ശരിക്കും. പിന്നെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ തൈത്തെങ്ങന്ന് ഓലയുടെ ഈ ഓലയില്ലേ, ഓലപ്പിയുടെ അറ്റത്ത് ഒരു ചെറിയ നാരുണ്ടല്ലോ, അത് പൊട്ടത്തില്ല. അതിങ്ങനെ വലിച്ചു പറിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലെ എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു പുന്നുണ്ടാകും. പുന്നെ നിറച്ച് പൂക്കളുണ്ടാവും. മുല്ലപ്പൂവിൻ്റെ മണം പോലെയാണ് പുന്നപ്പൂവിൻ്റെ മണവും. അത് നമുക്ക് കയറി പറിക്കാമെന്ന് പറ്റില്ല, ഭയങ്കര ഉയരത്തിലായിരിക്കും. പക്ഷെ താഴെ വീണ് കിടക്കും. താഴെ വീണാലും രാത്രി മഴ പെയ്താലും അത് മണ്ണടിഞ്ഞു പോയാലും അതിൻ്റെ മണം പോകത്തില്ല. അപ്പോൾ എനിക്ക് ഈ 4ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഉള്ള പരിപാടി ഇത് ഈ സമയത്ത് പോയി മെയ് മാസത്തിൽ പോയി ഈ പുന്നപ്പൂവൊക്കെ മണ്ണിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞ് തോട് അവിടെ ഒഴുകുന്നുണ്ടാകും, തെളിനീരില്ലേ.
ഞാനും പുന്നപ്പൂവെല്ലാം അവിടെ കഴുകിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കട്ടിലേലിട്ട്, എന്നിട്ട് ഈ ഓലയുടെ നാല് കൊണ്ട് കോർത്ത് മാതാവിൻ്റെ, എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ എടുത്താണ് കോർക്കണത്. എന്നിട്ട് മാതാവിൻ്റെ രൂപമുണ്ട് വീട്ടിലെ, ആ രൂപത്തിലിടും, ഇട്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, മനോഹരമായിട്ട് നോക്കി വയ്ക്കും. അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു പ്രവർത്തനങ്ങളാണ്. എല്ലാവരും ഇതൊക്കെ ചെയ്യണതാണ്, ഞാൻ മാത്രമല്ല, എല്ലാവരും ചെയ്യും. എൻ്റെ ആ പ്രായത്തോടെ എല്ലാവരും ഇതൊക്കെ ചെയ്യണമാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ചെയ്യുന്നതെന്ന് അറിയത്തില്ല, അവരെ പഠിപ്പിക്കണം നമ്മളിതൊക്കെ. കാര്യം ദൈവമായിട്ടുള്ള ബന്ധം നമുക്കറിയാമല്ലോ, ബന്ധം സ്നേഹിച്ച് തന്നെ നമ്മളീ ഇപ്പോൾ ചിലർ പറയും, എനിക്കെതിരെ ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ല, ഞാനിങ്ങനെ മാതാവിൻ്റെ ആൾക്കാർ തരുന്ന അപേക്ഷയും സങ്കടമൊക്കെ മാതാവിൻ്റെ രൂപത്തിനടുത്ത് മുമ്പ് കൊണ്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരുത്തനത് കണ്ടിട്ട് പറയുന്നത് വിഗ്രഹാരാധന, എന്ത് നോൺസെൻസാണെന്നറിയാമോ? അതായത് നമ്മളെ സംബന്ധിച്ചത് ഇതുപോലെ തിരുസ്വരൂപങ്ങളൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ആ അടയാളത്തിൽ നമ്മളിത് കൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ ശരിക്കും മനസ്സുകൊണ്ട് നമ്മൾ യഥാർത്ഥ മാതാവിന് സന്നിധിയായി സമർപ്പിക്കുന്നത്. അതിനൊരു പ്രതീകം മാത്രമാണ് ഇതൊക്കെ. പക്ഷേ അത് ആ എക്സ്പ്രഷൻസ് ഓഫ് ലവ് ഇല്ലേ, അത് പല തരമാണ് ശരിക്കും. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വചനം എടുത്ത് കിസ് ചെയ്യണത്? അത് കർത്താവിൻ്റെ വചനവും കർത്താവിനെ പോലെ തന്നെ വിലയുള്ളതും ആണ്. അപ്പം അതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിലും അത് അതീവ സ്നേഹത്തോടെ ചെയ്യണം. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കുറേ നാൾ സ്നേഹപ്രവർത്തികൾ ഇങ്ങനെ കൂടി വരുമ്പോൾ ദൈവം നമ്മളെ ജോൺ പോൾ മാർപ്പാപ്പയൊക്കെ ഇന്നത്തെ രീതിയിൽ എത്താൻ കഴിയും. അന്ന് അദ്ദേഹം വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയാണ്. കാര്യം ഈ മദറിലൂടെയാണ് അവരെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ 9ാമത്തെ വയസ്സിൽ സ്വന്തം അമ്മ മരിച്ചുപോയി. പിന്നീട് 9ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് തൊട്ട് എല്ലാ കാര്യങ്ങളിലും പിന്നെ അമ്മയുടെ അടുത്തൊരു കാര്യം ചോദിക്കണമെങ്കിൽ ക്രോക്കോയിൽ വന്ന് ഇടവകപ്പള്ളി വന്നിട്ട് ദേവാലയത്തിൽ അപ്പം കാണിച്ചിരിക്കുന്ന അമ്മ, സ്വന്തം അമ്മ മരിച്ചു പോയപ്പോൾ ദേവമാതാവിനാണ് കാണിച്ചു കൊടുത്തത്. പിന്നെ ദേവമാതാവിനോടെല്ലാം പറഞ്ഞ് അവസാനം അതൊരു ബന്ധമായി മാറി. എനിക്കുള്ളത് നമ്മുടെ ദൈവകാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് റിലേഷൻ സ്ഥാപിക്കാൻ പറ്റിയ ഒരാൾ അമ്മയാണ്. അമ്മയായിട്ട് റിലേഷൻ സ്ഥാപിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈശോയുമായിട്ട് റിലേഷൻസ് വരും. അമ്മ നമ്മളെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരും. അമ്മയുടെ ജീവിത ദൗത്യം തന്നെ ഈശോൻ്റെ അടുത്ത് നമ്മളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയോട് വന്ന് അമ്മ പറയണത്, ആ കുടുംബത്തെ മൊത്തം, ആ സമൂഹത്തെ മൊത്തം, ശിഷ്യന്മാരെ മൊത്തം അമ്മ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. ഷീസ് ദ ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ്. കാര്യം അത് എല്ലാവരെയും ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി ആൾക്കാർ എടുക്കുന്നത്. ചില ആൾക്കാർ ഉടമ്പടിയുടെ വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ചില ആൾക്കാർ ഉടമ്പടിയുടെ വ്യക്തിയൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഈശോയാണ് ശരിക്കും. ഇപ്പോൾ ഈശോൻ്റെ അടുത്ത് ഈ ലോകത്തെയും നിൻ്റെ കോണ്ടാക്റ്റിലുള്ളവരെ നിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ ഈശോൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വേണ്ടി നിന്നെ സഹായിക്കുന്ന ആളാണ് അമ്മ. അതുകൊണ്ട് തന്നെ ഈശോൻ്റെ അടുത്ത് ലോകത്തെ കൊണ്ടുവരാൻ വേണ്ടി, ലോകത്തിന് ഈശോനെ കൈമാറാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് അമ്മ. അതുകൊണ്ട് തന്നെ അമ്മ സ്തുതിക്കപ്പെടണം, അതുകൊണ്ട് തന്നെ അമ്മ വണങ്ങപ്പെടണം. അതുകൊണ്ട് ഒരു മാസം തന്നെ അമ്മയുടെ വണക്കത്തിന് വേണ്ടി സഭ സ്ഥാപിച്ചത് ഇന്ന് അവസാനിക്കുകയാണ്. ഇതിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്ത് ഒത്തിരി പേരുണ്ട്, ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. വണക്കമാസം. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ വണക്കം നിങ്ങൾ ആത്മാർത്ഥത കൂടണം. ഞാൻ, അലക്സസ്, ജോമോൾ എല്ലാവരും ഞങ്ങളുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, നമ്മുടെ ശുശ്രൂഷകളെല്ലാം ഇന്ന് നിങ്ങൾക്ക് സന്ദേശം കൈമാറുന്ന ദിവസമാണ്. കർത്താവ് ഇന്നത്തെ ദിവസം മുഴുവൻ, ഇന്ന് ശനിയാഴ്ച കൂടിയാണ്, ആർക്കെങ്കിലുമൊക്കെ അമ്മയുടെ പേരിൽ ദാനം കൊടുക്കണം. അതായത് നമുക്ക് അമ്മ വഴി ഈശോയിലേക്ക് വരികയാണല്ലോ നമ്മുടെ ഉദ്ദേശം. മത്തായി 25:40 ദാനധർമ്മം വഴിയാണ് നമ്മൾ ഈശോയിലേക്ക് വരുന്ന ഒരു അടയാളമാണ്. ആ മത്തായി 25:40 വായിച്ചേ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അതാണ് സംഭവം. അപ്പം ഇതാണ് ശനിയാഴ്ച ദാനധർമ്മത്തിൻ്റെ ദിവസമാണ് മാതാവിൻ്റെ ഭക്തന്മാർക്കെല്ലാം. പക്ഷെ അതങ്ങ് നമ്മൾ ചെയ്യുമ്പോൾ
അത് ഈശോയ്ക്ക് തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പം അത് ഇന്നത്തെ ഒരു സൽക്രിയയായിട്ട് എടുക്കാം. നമുക്കുള്ളത് ഇല്ലാത്തവരുമായിട്ടത് പങ്കുവെച്ചുകൂടി നല്ല വെടിപ്പോടെയും സന്തോഷത്തോടെയും വണക്കത്തിനിണയുക. 5:15 മണിയാകുമ്പോൾ വണക്കം ആരംഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അനുഭവം കിട്ടിയിരിക്കും. അതിലൊരു സംശയം വേണ്ട, ഇച്ചിരി പോലും സംശയം വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ ഉഴുതിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. 70 ലക്ഷം രൂപ നഷ്ടം വരാൻ വേണ്ടി കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ആ 70 ലക്ഷം ചെറുതും ദൈവത്തിനെ വലുതാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ നഷ്ടമെല്ലാം പോയി, അത് ലാഭത്തിലേക്ക് മാറി. പ്രൈസ് ദി ലോർഡ്. ലാഭം ഈശോ തന്നെയാണ്, നഷ്ടം നമ്മുടെ നിയോഗമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഈ 4 കാര്യങ്ങൾ അവസാനം ഞാൻ പറഞ്ഞത് മാർക്കോസ് 11:24-25 നീ എന്ത് ചോദിച്ചാലും നിനക്ക് ലഭിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് 24-ലാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അത് എങ്ങനെയാണ് ലഭിക്കുന്നത്? ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പറയണത്, നീ അങ്ങോട്ട് ക്ഷമിക്കുക, നീ അങ്ങോട്ട് ചെറുതാകുക, നീ നിന്നെ തന്നെ ചെറുതാക്കുക. ചെറുതാക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. അപ്പോൾ പലവരും ഒരു ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. പലവരും എന്നോട് വന്ന് കൗൺസിലിങ്ങിന് പറയുക, അവിടുത്തെ ക്ലാസ്സിൽ അവിടെയൊക്കെ നല്ല രസമാണ്, ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ ആരും ഒരു ചോദ്യമില്ല. അങ്ങോട്ട് ഞാൻ ചോദ്യം ചോദിക്കാം, അപ്പോൾ നിങ്ങൾ പറയണം, എങ്ങനെയാണ് ക്ഷമിക്കുക? ഒരാളെ എങ്ങനെയാണ് ക്ഷമിക്കുക? ക്ഷമിച്ചു കഴിഞ്ഞാൽ പലവരും പറയാം, ക്ഷമിച്ചെന്ന് പറയണം, പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരോട് വെറുപ്പ് വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുക? ആരെങ്കിലും പറയാമോ? ഞാൻ ഒരു കൊന്ത തരാം കേട്ടോ, പറയണവർക്ക്. പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെ ഞാൻ കുറേ കൊന്ത, അത് പ്രാർത്ഥിച്ച കൊന്തയാണ് കൊടുക്കണേ. 3 പേര് കൈപൊക്കി പറയാമോ എങ്ങനെയാണ് ക്ഷമിക്കുക? ഇല്ല, കൈപൊക്കണവർ മാത്രം. 3 പേര്. 1, 2, 3 പറ. എങ്ങനെയാണ് ക്ഷമിക്കുക? എങ്ങനെ? അൺകണ്ടീഷണലായിട്ട് ക്ഷമിക്കണമെന്ന് ഇല്ല. ഓക്കെ, അങ്ങനെയൊക്കെ ക്ഷമിക്കാം. പക്ഷേ അങ്ങനെ ക്ഷമിച്ചാലും പിന്നെയും കുറേ കഴിഞ്ഞാൽ ഓർമ്മ വരും. എങ്ങനെയാണ് ക്ഷമിക്കുക? അയാൾ നമുക്ക് ചെയ്ത നന്മയെ ഓർത്ത് ക്ഷമിക്കണമെന്ന്. അതിൽ സ്വാർത്ഥതയില്ലേ കുറച്ചൊക്കെ? പ്രൈസ് ദി ലോർഡ്. അയാൾ ഒന്നും ചെയ്തില്ലെങ്കിലോ ക്ഷമിക്കില്ലേ? അയാൾ ഒന്നും നന്മ ചെയ്തില്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരാൾ യേശുവിടെ നാമത്തിൽ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്ഷമയാവുക? പിന്നെ വരരുത് നമുക്ക്. നമ്മൾ ഒരു പ്രാവശ്യം ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് ഡിലീറ്റാണ്. കമ്പ്യൂട്ടറിൽ ഡിലീറ്റ് ചെയ്ത് റീസൈക്കിൾ ബിന്നിൽ പോയി സൂക്ഷിച്ച് വെച്ച് തിരിച്ചെടുക്കാനുള്ളതല്ല, അവിടെ ഇരുന്ന് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? അവരോട് ക്ഷമ ചോദിച്ച് ക്ഷമിക്കണം. പിന്നെ അവർക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് ക്ഷമിക്കേണ്ടത്. ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ നന്മയ്ക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുക? പ്രൈസ് ദി ലോർഡ്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കുമ്പോഴും പരസ്പര വിദ്വേഷം ഉണ്ടെങ്കിൽ, എന്നാലും നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലടാ എന്ന് ഒരു പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ക്ഷമിക്കുക? എങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, ഇത് അവിടുത്തെ ക്ലാസ് പോലെ ആയിപ്പോട്ടെ ഒരു സമയം. പ്രൈസ് ദി ലോർഡ്. ക്ഷമിക്കേണ്ടത് ഈശോ ക്ഷമിച്ച പോലെയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഭാര്യയോട് ക്ഷമിക്കേണ്ടത് അവൾ അറിഞ്ഞെങ്കിൽ ഒരിക്കലും അവളിങ്ങനെ ചെയ്യില്ലായിരുന്നു. അവൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അവളിങ്ങനെ ചെയ്തത്. മദ്യപാനത്തിൽ അടിമയായിട്ടുള്ള ഭർത്താവ്, അവന് നല്ല ജീവിതം അറിഞ്ഞിട്ടില്ല, ഈശോനെ അറിഞ്ഞിട്ടില്ല, ഇല്ലെങ്കിൽ അവൻ ചെയ്യില്ലായിരുന്നു.
എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചത് തെറ്റാണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ അവൻ ചെയ്യില്ല അത്. പ്രൈസ് ദി ലോർഡ്. അയൽക്കാരൻ നിങ്ങളെ പറ്റിച്ചത് അവരറിഞ്ഞിട്ടില്ല, അവർ ചെയ്തത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. ഈശോ അങ്ങനെയാണ് ക്ഷമിച്ച് പഠിപ്പിച്ചു തന്നത്. അവർ അറിയില്ല, അതുകൊണ്ട് അവരെ ക്ഷമിക്കും. ഞാനും ക്ഷമിക്കും. ദൈവം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനാരാ അവരെ ബാക്കി വയ്ക്കാൻ? പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ, രണ്ടാമത് ദൈവം തന്നെ അവർ ക്ഷമിച്ചിരിക്കുക. പിന്നെ ദൈവം ക്ഷമിച്ച ആളെ ഞാൻ എങ്ങനെയാണ് വിധിക്കുക? പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തത്. അപ്പോൾ ദൈവത്തിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ക്ഷമിക്കാതെ ബാക്കിയിരുന്നു കഴിഞ്ഞാൽ. ഒന്ന്, അവരറിഞ്ഞിട്ടില്ല. രണ്ടാമത്, അവരെ ദൈവം തന്നെ ക്ഷമിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് രീതിയിൽ ദൈവം ക്ഷമിച്ച ആളെ നീ വിധിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിനേക്കാളും വലിയ ആളാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയാണ്, സുപ്രീം കോടതി ജഡ്ജ് പറയാണ്, ഇവൻ നിരപരാധിയാ, ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് വെറുതെ വിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു സബ് ഇൻസ്പെക്ടറായ പോലീസ് ഇല്ല അവൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ സബ് ഇൻസ്പെക്ടറിനെ വെച്ചുകൊണ്ടിരിക്കുക സുപ്രീം കോടതി ജഡ്ജ്. പ്രൈസ് ദി ലോർഡ്. വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദൈവം സുപ്രീം കോടതി ജഡ്ജ് തന്നെ അങ്ങോട്ട് ക്ഷമിച്ചിരിക്കുക. നീ ആരാണ് പിന്നെ വിധിക്കാൻ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിനക്കെതിരെ ശിക്ഷയുണ്ടാവും. ശിക്ഷയെന്ന് പറഞ്ഞാൽ നിൻ്റെ കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടാതിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, അവരറിഞ്ഞിട്ടില്ല, അവർ ചെയ്തത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. രണ്ടാമത് ദൈവം അവരെ ക്ഷമിച്ചിരിക്കുക. ഞാൻ ദൈവത്തെക്കാളും ചെറുതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കാളും വലുത് ഞാൻ ഒരിക്കലും ആകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അടുത്തത്, അപ്പോൾ ഇത് ഞമ്മ ചോദിക്കുന്നത് ഒരു ചോദ്യം, എന്ത് ചോദിച്ചാലും കിട്ടുക. എന്ത് ചോദിച്ചാലും കിട്ടുക. പ്രൈസ് ദി ലോർഡ്. എന്ത് ചോദിച്ചാലും കിട്ടുക. ദൈവത്തോട് റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചാൽ കിട്ടുക. പ്രൈസ് ദി ലോർഡ്. കിട്ടുക, കിട്ടിയില്ലേ? കിട്ടുക. ഗവൺമെൻറ് എഴുതി തരുക റെയിൽവേ സ്റ്റേഷൻ നിങ്ങളുടെ പേരിൽ എഴുതി തരുക. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ വിശ്വാസം അത്രയും വലുതാണെങ്കിൽ ചിലപ്പോൾ എഴുതി തരും, എഴുതി തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് ഒരു ചെറിയ കാര്യം ഇന്നലെ സംഭവിച്ച, ഞാൻ ഈ ഗവൺമെൻറ് ടെൻഡറാണ്. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഒരു അരി സപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്, 13-ാം തീയതിയാണ്. ഞാൻ ഇവിടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പച്ചരിയുടെ വില അങ്ങോട്ട് കൂടി. പച്ചരിയാണ് ഓർഡർ ഗവൺമെൻറ്റിലേക്ക് സപ്ലൈ ചെയ്യാൻ. വില അങ്ങോട്ട് കൂടി. കർണാടകയിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഡേറ്റിൽ കൊടുത്തില്ലെങ്കിൽ ഓരോ ദിവസം 0.5% വെച്ചിട്ട് പെനാൽറ്റി കെട്ട് വരും ഓരോ ദിവസത്തേക്ക്. അപ്പോൾ എൻ്റെ സപ്ലയർ പറഞ്ഞിരിക്കണ ഒരു 3 ദിവസം 4 ദിവസം എനിക്ക് വേണം. അത് കഴിഞ്ഞാൽ അവിടെ അവനിക്ക് കണ്ടെയ്നറിൽ വന്നുകൊണ്ടിരിക്കുക, അത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 4 ദിവസം, ഇന്നത്തെ ദിവസം ഒരിക്കലും എത്തില്ല സാധനം. ഇന്നത്തെ ദിവസം എത്തില്ല. അപ്പോൾ ഗവൺമെൻറ് ഇന്നത്തെ ദിവസം എത്തിയില്ലെങ്കിൽ ഓരോ ദിവസം പെനാൽറ്റി കെട്ടും വരും. അതുകൂടാതെ കിട്ടാനുള്ള പേയ്മെൻറ്റ് ഡിലേ ആകും. ലേറ്റായിട്ട് സപ്ലൈ ചെയ്തവരുടെ ഫയൽ ലേറ്റാകും. അത് വലിയ നഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ, കുർബാനയ്ക്ക് ഞാൻ പോയി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും പറയണ കൂട്ടത്തിലെല്ലാം അച്ഛനോട് പറയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ശീലിക്കണം കേട്ടോ. ഞാൻ സാധാരണ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇതിവിടെ ഇല്ല, ഇവിടെ ബാഗിൽ വെച്ചിരിക്കാം. ആദ്യം എന്നെ ഫോൺ വിളിക്കണവരൊക്കെ സമർപ്പിക്കും. അവരുടെ പേരൊന്നും ഓർമ്മയുണ്ടാവില്ല. ആരൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ടോ, വാട്സപ്പിൽ അയച്ചിട്ടുണ്ടോ, അവരുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കും. പിന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കും. പിന്നെ അപ്പം കാണിക്കുമ്പോൾ ഈശോ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഇതും വെച്ചുകൊണ്ടാണ് ഞാൻ കൈപൊക്കി സ്വർഗസ്നായ പിതാവെ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കാര്യമുണ്ട് കേട്ടാ ദൈവമേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ അത് വിട്ടുകളയുക. പിന്നെ അതിൽ നഷ്ടം വന്നാലും ലാഭം വന്നാലും എന്ത് സംഭവിച്ചാലും ഈശോ അറിഞ്ഞിട്ടാണ്. ഈശോയുടെ കയ്യിൽ ഏൽപ്പിച്ച് അതിൽ നഷ്ടം വന്ന ആ നഷ്ടം ആരാ തന്നെ? ഈശോ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈശോ തരുന്ന നഷ്ടമായിട്ട് നമുക്ക് കാണണമെങ്കിൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ലാഭം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഞാനിത് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ആക്ച്വലി ഇന്നത്തെ ഡേറ്റ് മാറാൻ ഒരു മാർഗ്ഗവുമില്ല. ഇന്ന് സാധനം എത്തണം. കയറ്റുന്ന ആൾ പറഞ്ഞ് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഞങ്ങൾക്ക് പർച്ചേസ് ഓർഡർ അടിച്ച് തരുമ്പോഴത്തേക്കും ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് പറഞ്ഞാണ് അടിച്ചു തരണം. ഇത് 1 മാസം മുമ്പേ അടിച്ച് തന്ന പർച്ചേസ് ഓർഡറാണ് 13-ാം തീയതി. ഇയാൾ ഒരു 2 ആഴ്ച മുമ്പേ എന്നോട് പറഞ്ഞ 13-ാം തീയതി സാധനം കിട്ടില്ല, ഇത് കിട്ടണമെങ്കിൽ ഒരു 17-ാം തീയതി ആകുമ്പോഴത്തേക്കേ കിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇത് എന്ത് ചെയ്ത് അന്ന് ഞാൻ കുർബാനയ്ക്ക് ഇത് സമർപ്പിച്ചിട്ട് വന്ന് ഇങ്ങനെ ഒരു കാരണമുണ്ട്, എന്തായാലും നഷ്ടമാണ്, എന്തായാലും നഷ്ടം നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ എനിക്ക് സന്തോഷമാണ്, ലോകത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നഷ്ടം വേണ്ട. ലോകത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം കിട്ടാതിരിക്കണമെങ്കിൽ എല്ലാ കാര്യം അപ്പം ദൈവത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ചു കൊടുത്തേക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സഹനം വന്നാൽ അത് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മതി. അത് ദൈവ പദ്ധതി അതിൽ ഒളിഞ്ഞിട്ടുണ്ട്. ജെറമ്യാ 29:11 എൻ്റെ പദ്ധതി, എൻ്റെ തിരുവരസ് നിൻ്റെ നന്മയ്ക്കായിരിക്കും, നാശത്തിനില്ല. നമുക്ക് കാണുമ്പോൾ അന്നത്തെ ദിവസം ഞാൻ കാണുമ്പോൾ 70 ലക്ഷം രൂപ എനിക്ക് നഷ്ടമാണെങ്കിൽ അതിൽ 60 ലക്ഷം രൂപ ലാഭം ദൈവം ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തെക്കൊണ്ട് അസാധ്യം ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ പല നേരത്തും നമ്മുടെ നിയോഗം 13-ാം തീയതി സാധനം കിട്ടില്ലെന്ന് അയാൾ തന്നെ ഉറപ്പിച്ച് പറയാം. അയാളെ കണ്ടെയ്നറിൻ്റെ ഡേറ്റ് അയാൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 17-ാം തീയതിയാണ് എന്ന് ഉറപ്പിച്ച് പറയുമ്പോഴത്തേക്കും അതിൽ വേറെ എന്തെന്ന് ഷിപ്മെൻറ്റ് ഇതൊക്കെ ഉണ്ട് അതിൽ. പക്ഷേ ഇതിൽ വേറെ എന്താ മാർഗമുള്ള ഒന്നുമില്ല. പക്ഷേ ദൈവം എന്ത് ചെയ്തത്, ഇവിടെ മഴയെ കൊണ്ടുവന്ന് വിട്ട്. പ്രൈസ് ദി ലോർഡ്. മഴ വന്നപ്പോഴത്തേക്കും ഗവൺമെൻറ് എന്ത് ചെയ്ത് ഡേറ്റ് ഒരാഴ്ചത്തേക്ക് മാറ്റി തന്നു എല്ലാവർക്കും കൂടി. പ്രൈസ് ദി ലോർഡ്. അതങ്ങനെ തന്നെ മാറിപ്പോയി. അപ്പോൾ ഇത് മഴ ഇതുകൊണ്ട് വന്നെന്നൊന്നുമില്ല ഞാൻ പറയണേ. പക്ഷേ മഴ വന്നാലും ഡേറ്റ് മാറ്റേണ്ട കാര്യമില്ല. ഗവൺമെൻറ്റിനെ കൊണ്ട് ഡേറ്റ് മാറ്റി 20-ാം തീയതി ആക്കിയപ്പോഴത്തേക്കും ഒരാഴ്ച കൂടി നീട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നിയോഗം ദൈവത്തേക്ക് സമർപ്പിക്കുമ്പോഴത്തേക്കും എന്ത് ചോദിച്ചാലും തരുമെന്നല്ല ദൈവം പറഞ്ഞിരിക്കണേ. അത് ചോദിച്ചത് ഈ ഡേറ്റിൽ സാധനം കിട്ടിയില്ലെങ്കിൽ ഈ ഡേറ്റ് തന്നെ ദൈവം അങ്ങോട്ട് മാറ്റാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചിലപ്പോൾ നീ ചോദിക്കുന്നത് നിൻ്റെ നോട്ടത്തിൽ ആ രീതിയിൽ ആ വഴി കൂടി ഇല്ല കിട്ടുന്നത്. ദൈവത്തിന് കോടാനുകോടി വഴികൾ ബാക്കി കിടപ്പുണ്ട് നിനക്ക് തരാൻ വേണ്ടിയിട്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത് നമ്മൾ ഒരു വഴി കണ്ടുവച്ചിട്ട് ആ വഴി നടപ്പിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവത്തിന് കോടിക്കണക്കായ വഴികളുണ്ട് വേറെ നടപ്പിലാക്കി തരാൻ. ദൈവത്തിന് കുറേ വഴികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് ചോദിച്ചാലും ലഭിക്കും. നമുക്കപ്പോൾ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരും, എന്ത് ചോദിച്ചാലും ലഭിക്കും, ഇതെങ്ങനെ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണമെങ്കിൽ ആ ചോദ്യം ചോദിക്കായിരുന്നു, ഇതെങ്ങനെ സാധിക്കും? 13-ാം തീയതി ലാസ്റ്റ് ഡേറ്റാണ്, ഇന്ന് സാധനം വരില്ലെന്ന് ഉറപ്പ് എനിക്കറിയാം, ഉറപ്പാണ് അയാൾക്കും അറിയാം. പിന്നെ ഇതെങ്ങനെ സാധിക്കും? ഞാനത് ഓർത്തില്ല, ഈ ഡേറ്റ് മാറ്റി വയ്ക്കുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ മാതാവിനും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു. അമ്മ മാതാവിന് സംശയമില്ല, അമ്മ മാതാവ് ചോദിച്ചതാണ്. ഞാനൊരു പുരുഷനെയും കണ്ടിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും? ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിനെ പ്രസവിക്കും? പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. അത് അമ്മ മാതാവിന് ഒരു സംശയമില്ല. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വിശ്വാസം വളരാൻ വേണ്ടിയിട്ട് അമ്മ അന്ന് ഒരു ചോദ്യം ചോദിച്ചതാണ്, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മയ്ക്ക് ഒരിക്കലും സംശയമില്ല, നമുക്ക് വേണ്ടിയിട്ട് ചോദിച്ചതാണ്. നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ ഒരു സംശയം നമുക്കുണ്ടാവും, ഇതെങ്ങനെ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവദൂതൻ പറയുക, ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം, ഈ പരിശുദ്ധാത്മാവില്ലാതെ ഒന്നും സാധിക്കില്ല. പരിശുദ്ധാത്മാവ് വേണം. നീ എന്ത് ചോദിച്ചാലും നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഇറങ്ങി വരുന്നത്? അപ്പോസ്തലപ്രവർത്തകൻ 2-ാം അധ്യായം 38 നീ അനുതപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വരും. അനുതപിക്കുമ്പോൾ നിന്നെ തന്നെ എളിമപ്പെടുത്തി ചെറുതാകുകയാണ്. നീ മറ്റുള്ളവരെ ക്ഷമിച്ച് അനുതപിക്കുമ്പോൾ, ഞാൻ ചെറുതാണെന്ന് നീ ഏറ്റു പറയുമ്പോൾ നിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വരും. ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതും ഞാൻ വെറുതെ ഇല്ല പറയണത്.
ഞാൻ അനുഭവം കേട്ട് കണ്ട. ഈ അടുത്ത് ഞാൻ ഇതിപ്പോൾ അവർ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഈ വേദിയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഒരു 6 മാസത്തേക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു ഞായറാഴ്ച ഞാൻ ഹോട്ടലിൽ വൈകുന്നേരം എൻ്റെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ ഒരു കോൾ വന്ന് ഒരു പെങ്കൊച്ച വിളിച്ചത്. അതിൻ്റെ പേര് മെർലിനാണ്. ഇവിടെ വന്ന് അവർ കുടുംബത്തോടെ ഇവിടെ വന്നായിരുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഞാൻ ഇതേപോലെ 2 ചൊവ്വാഴ്ച പറഞ്ഞു. അപ്പോൾ അത് വിളിച്ചുകൊണ്ട് അത് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരിക്കുക, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച വിളിച്ചിട്ടു ഭയങ്കര കരച്ചിലായി. എന്താ കരച്ചതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയി. എൻ്റെ ഹോട്ടലിൻ്റെ തൊട്ട് ഇരിക്കുന്നത് അവിടെ വലിയ ഹോസ്പിറ്റലാണ്, KG ഹോസ്പിറ്റൽ, ഇവിടുത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനേക്കാളും വലുതാണ്. അതിലാണ് ICUവിൽ കിടത്തിയിരുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല, അപ്പോഴാണ് വിളിക്കണം എൻ്റെ അച്ഛൻ പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലിൻ്റെ ഇടയ്ക്ക് ആ മോള് പറഞ്ഞത് വചനം ഓർത്താ പറഞ്ഞത്, ബ്രദർ അന്ന് ക്ലാസ്സിൽ പറഞ്ഞല്ലേ ഈശോടുത്ത് എന്ത് ചോദിച്ചാലും കിട്ടും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതിൻ്റെ അച്ഛനെ ഇപ്പം എനിക്ക് വേണം, എനിക്ക് അച്ഛനോട് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരവുള്ളത്? ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കരച്ചിലുണ്ട്, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു മോളുടെ കരച്ചിൽ എനിക്കറിയാം, എൻ്റെ മോള് കരയണ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനങ്ങോട്ട് ഫോൺ കട്ട് ചെയ്തില്ല, കട്ടായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. കട്ടായിപ്പോയിപ്പോൾ ഞാൻ ബൈബിള് തുറന്ന്, എന്ത് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ ബൈബിള് തുറന്ന് നോക്കണം കേട്ടോ. എപ്പോഴും ബൈബിൾ കയ്യിലുണ്ടാകണം. വചനം, ഈ ജീവിതം ഇത് യൂസർ മാനുവലാണ്, ഈ ജീവിതത്തിൻ്റെ യൂസർ മാനുവലാണ്. ഈ ജീവിതം എങ്ങനെ നമ്മൾ നടന്നു പോകണം, യാത്ര എങ്ങനെ പൂർത്തീകരിക്കണം എന്നുള്ളതെല്ലാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിത് ബൈബിൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ വചനം ലൂക്ക 1:35, 1:34-35. അമ്മ ചോദിക്കുകയാണ് ഇതെങ്ങനെ സാധിക്കും. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മുകളിൽ ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. ഞാൻ ഈശോയോട് ചോദിച്ച്, ആ കൊച്ച് ഡോക്ടർ മരിച്ചെന്നാണ് പറയണത്, ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം സാധിക്കും. പ്രൈസ് ദി ലോർഡ്. തീർക്കണം. പ്രൈസ് ദി ലോർഡ്. സമയം കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇതുകൂടി ഒന്ന് പറഞ്ഞിട്ട് തീർക്കുക. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാനപ്പം തന്നെ ആ മോളെ തിരിച്ച് വിളിച്ചപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ല, പക്ഷേ ഇത് എനിക്ക് ഉത്തരം കിട്ടി. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അതും അതിൻ്റെ അമ്മയും ഉണ്ട് ICUയുടെ പുറത്ത്, അവിടെ തന്നെ മുട്ടിപ്പേ നിൽക്കേ, എന്നിട്ട് നീ അനുദപിച്ച് പ്രാർത്ഥിക്കണം, അച്ഛന് വേണ്ടി അനുദപിക്കണം, അനുദപിച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, എൻ്റെ തെറ്റിനോടെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ വെന്റിലേറ്ററിൽ ഇരിക്കുക, അവിടെ അച്ഛനകത്ത് വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുക, ഹാർട്ട് ബീറ്റൊക്കെ പോയിരിക്കുക, അവരിത് വെച്ചുകൊണ്ടിരിക്കുക, മറ്റേ സ്പാർക്ക് വയ്ക്കുക, ഇലക്ട്രിക് ഇത് വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ മുട്ടിപ്പേ നിന്ന് ഈ കറയണമൊക്കെ നിർത്തിയിട്ട് നീ അനുദപിക്കുക, അച്ഛന് വേണ്ടി, അച്ഛന് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അത് അതേപടി വിശ്വസിച്ച അമ്മയും മകളും കൂടി അവിടെ മുട്ടിപ്പേ നിന്ന് കൈയും വിരിച്ച് അനുദപിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച് സ്പാർക്ക് വർക്ക് ചെയ്ത്, ഹാർട്ട് രണ്ടാമത് വർക്ക് ചെയ്ത്, അവിടെ ആ കൊച്ച അടുത്ത ദിവസം എന്നെ വിളിച്ച് അച്ഛൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വിളിച്ചില്ല, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുന്നു. അവരെല്ലാം കൂടി 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കോയമ്പത്തൂർ കൃപാസനം മിഷനിലേക്ക് വന്ന് അവിടെ വന്ന് ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ്, ഇവിടെയും വന്ന് സാക്ഷ്യം പറഞ്ഞ്. ഇതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അങ്ങേക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നതെല്ലാം ഈ കാര്യം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബ്ലോക്കെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. അത്രയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാ. പ്രൈസ് ദി ലോർഡ്.